വെൽക്കം ടു മെന്റേഴ്സ് ഹബ്. യു വിൽ ഫൈൻഡ് യുവർ പെർഫെക്റ്റ് മെന്റോർ. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് മെന്റേഴ്സ് ഹബിൽ സുജേഷ് KS ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനറാണ്. അതോടൊപ്പം തന്നെ ഒരു മൈൻഡ് പവർ ട്രെയിനറും കൂടിയിട്ടാണ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർ, പല ഇംഗ്ലീഷ് ട്രെയിനേഴ്സും ഉണ്ട്. പലരും ട്രെയിനിങ് കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ സ്റ്റുഡൻസിന് അവരാഗ്രഹിച്ച റിസൾട്ട് കൊടുക്കാൻ സാധിക്കില്ല. എന്താണ് അതിന്റെ കാരണം എന്നൊന്ന് പറയാമോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല? ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരുപാട് പരസ്യം കാണുന്നു, ശ്രമിക്കുന്നു, കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കോഴ്സ് നിർത്തുന്നു, പഴയപടി പോകുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതൊക്കെ? എല്ലാവരുടെ ആഗ്രഹമാണ് എന്ത് പറയുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അതെ, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട്, അതിനേക്കാളധികം ആളുകൾ എന്ത് ചെയ്യുന്നത്, പരാജയപ്പെടുന്നുണ്ട്. അതായത് മൈൻഡ് പവറിന്റെ ബേസിക്കലി പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം ചിന്തിക്കുന്നു, അത് നമ്മൾ പറയുന്നു, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടേക്ക് ആക്ഷൻ എടുക്കുന്നു. പിന്നെ മിസ്റ്റേക്സ് വരുന്നു, കറക്റ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഈ സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഫോളോ ചെയ്യേണ്ട സിസ്റ്റം. ഒന്നും പറയാം, തിങ്ക്. ഇംഗ്ലീഷിനെ കുറിച്ച് ചിന്തിക്കുക, അത് പറയുക. എങ്ങനെ പറയാ? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. പിന്നെ എന്ത് ചെയ്യുക? ടേക്ക് ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ശ്രമിക്കുക തന്നെ വേണം. അത് കഴിഞ്ഞാൽ അടുത്ത പാർട്ടാണ് ആളുകൾ എന്ത് ചെയ്യാതെ ചെയ്യാത്തത്. മിസ്റ്റേക്സ് വരുന്നു. എന്ത് വരുന്നു? മിസ്റ്റേക്സ് വരുന്നു. അത് കഴിഞ്ഞാൽ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരുന്നു? ഫിയർ വരുന്നു. ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. കുറെ ആളുകൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിലുണ്ട് ഓൾറെഡി. എന്ത്? ഇംഗ്ലീഷിനെ കുറിച്ച് ചിന്തിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, പറയുന്നു, അവർ ആക്ഷൻ എടുക്കുന്നു. പിന്നെ നാലാമത്താണ് മിസ്റ്റേക്സ് വന്നാൽ എന്ത് ചെയ്തു? നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അടുത്ത 2 ആക്ഷനും കൂടി ഉണ്ട്. അതെന്താണ്? മിസ്റ്റേക്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കറക്റ്റ് ദ മിസ്റ്റേക്സ്. എന്താണ്? കറക്റ്റ് ദ മിസ്റ്റേക്സ്. അത് കഴിഞ്ഞാലാണ് റിപ്പീറ്റ്. എന്താണ്? റിപ്പീറ്റ്. ഈ 2 സംഭവം ചെയ്യുന്നില്ല. They don't correct the mistakes. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മിസ്റ്റേക്സ് വന്നോടും തന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്? അതൊരു ചോദ്യമല്ലേ? അതെ, ഇതെല്ലാം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. മിസ്റ്റേക്സ് വന്നു, നിർത്തുന്നു, എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്ത ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മാതിരിയാണ്. എന്താണ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്, അതാണ് എന്ത് വരുന്നത്, പുറത്തേക്ക് വരുന്നത്. അല്ലെ? നിങ്ങൾ പാട്ട് സേവ് ചെയ്തു, അത് നമുക്ക് എന്ത് കിട്ടുന്നു? പാട്ട് കിട്ടും. നിങ്ങൾ സേവ് ചെയ്തത് പാട്ട്, നിങ്ങൾക്ക് ഡാൻസ് വരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, ഒരിക്കലും നടക്കില്ല. അപ്പൊ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം, ഗ്രാമർ വേണം, വൊക്കാബുലറി വേണം. ഈ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന റിസൾട്ട് എന്താണ്? ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ആവണം എന്നാണ് പറയുന്നത്. അപ്പൊ കൊടുത്തത് മാത്രമേ നമുക്ക് എന്തുള്ളൂ, കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ തെറ്റായ ഇൻഫോർമേഷൻ കൊടുത്തിട്ട് റിസൾട്ട് വേറെയാണ് ചോദിക്കുക. അതുകൊണ്ടാണ് ഈ മിസ്റ്റേക്സ് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, നിർത്താനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. ഈ ടെൻഡൻസി മാറ്റാനുള്ള മൈൻഡ് പവർ ടൂളാണ് എന്ത് നമ്മുടെ ക്ലാസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ട് അവർ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന എന്താ വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള ട്രാൻസ്ഫോർമേഷനാണ്. ഇംഗ്ലീഷിനെ എങ്ങനെ ഇഷ്ടപ്പെടാം, അതാണ് നമ്മൾ അവരെ ആദ്യമായി പഠിപ്പിക്കുന്നത്. പിന്നെ അവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് പോസിറ്റിവിറ്റി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഇത് നെഗറ്റീവ് എടുക്കുമ്പോൾ പരാജയം വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, പരാജയ ഭീതി വരികയും പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കൈയും കാലൊക്കെ വിറച്ച് വീണ്ടും എന്ത് ചെയ്യാണ്, പഴയ രീതിയിലേക്ക് പോവാണ്. അതുകൊണ്ടാണ് കുറെ ആളുകൾ എന്ത് ചെയ്യാത്തത്, ഇതിൽ വിജയിക്കാത്തത്. വളരെ നല്ലൊരു അറിവാണ് നമ്മളായിട്ട് പങ്കുവച്ചത്. വളരെ സന്തോഷം ഈ ഒരു നിങ്ങളുടെ ടൈമിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.